കേരളത്തിലെ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി നിർമ്മാണ സാമഗ്രികളുടെ വില കുതിച്ചുയരുന്നു. ഒരു വീട് പണിയുടെ ആകെ ബജറ്റിൽ 30 മുതൽ 40% വരെ വർധനയുണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. സിമന്റ്, കമ്പി എന്നിവയ്ക്ക് പുറമെ ഇലക്ട്രിക്കൽ വയറുകൾ, ടൈലുകൾ, പ്ലാസ്റ്റിക് അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുണ്ടായ വൻ വിലവർധന സാധാരണക്കാരായ വീടുപണിക്കാരെയും കരാറുകാരുടെയും ബജറ്റിനെ പൂർണ്ണമായി താളം തെറ്റിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു വീടുപണിയുടെ ആകെ ബജറ്റിൽ 30 മുതൽ 40% വരെ വർധനയുണ്ടായേക്കാമെന്നാണ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. മുൻപ് സ്ക്വയർ ഫീറ്റിന് 2200 രൂപയ്ക്ക് ചെയ്യാമായിരുന്ന നിർമ്മാണത്തിന് ഇപ്പോൾ കുറഞ്ഞത് 2500 രൂപയെങ്കിലും വേണം. 2000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുമ്പോൾ ഏകദേശം 6 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഉടമസ്ഥർക്ക് ഉണ്ടാകുന്നത്. കമ്പി വില ടണ്ണിന് 5000 രൂപ മുതൽ 7000 രൂപ വരെയാണ് വർദ്ധിച്ചത്. ഇരുമ്പ് പൈപ്പുകൾക്ക് 25% വില ഉയർന്നു. ഒരു ചാക്ക് ബ്രാൻഡഡ് സിമന്റിന് നിലവിൽ 430 രൂപ മുതൽ 460 രൂപ വരെയാണ് വില. ടൈലുകൾ ഇരട്ടിയോളം വില വർദ്ധിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളും ഗ്യാസിന്റെ ലഭ്യതക്കുറവുമാണ് സെറാമിക് ടൈൽസ് ഉൽപ്പന്നങ്ങളെ ബാധിച്ചത്. ആഗോള വിപണിയിൽ ചെമ്പിന്റെ വില കുതിച്ചുയർന്നതോടെ ഇലക്ട്രിക്കൽ കേബിളുകൾക്കും വയറുകൾക്കും 30%-ലധികം വിലയുയർന്നു. മുൻപ് ഒപ്പിട്ട കരാറുകളിലെ പഴയ നിരക്കിൽ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കരാറുകാർ. നിർമ്മാണ സാമഗ്രികൾക്ക് ഇരട്ടി വില കൊടുക്കേണ്ടി വരുമ്പോഴും കരാറുള്ളതിനാൽ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതും കോൺട്രാക്ടർമാർ പറയുന്നു. വിലക്കയറ്റത്തിനു പുറമെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷാമവും നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.